ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് നമ്മൾ കുടുംബക്കാരായിട്ട് ഒരു ട്രിപ്പ് പോയിട്ടില്ല കേട്ടോ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, വൈകിയേ നടക്കുള്ളൂ. പക്ഷെ വൈകി നടന്നാലും എന്താ, അത് നല്ലൊരു ഓർമ്മയായിരിക്കും. അങ്ങനെ ഒരു ട്രിപ്പാണ് കേട്ടത്. നമ്മൾ ദൂരെ എങ്ങോട്ടല്ല പോകുന്നത്, നമ്മൾ നമ്മുടെ സ്വന്തം കക്കാടംപൊയിലേക്കാണ് പോകുന്നത്. അങ്ങനെ പെട്ടെന്നുണ്ടായ പ്ലാനാണ്. അങ്ങനെ 2 കാറിൽ നമ്മൾ എല്ലാവരും പോവാണ്. അപ്പോൾ ഉണ്ണീന്റെ കാറിലാണ് ഞങ്ങളൊക്കെ കയറിയത്. അതൊരു മോഡിഫിക്കേഷൻ ചെയ്ത കാറായതുകൊണ്ട് തന്നെ കാണുന്നവരൊക്കെ പുറകെ വീഡിയോ എടുത്ത് നടക്കുകയായിരുന്നു കേട്ടോ. അതിന്റെ പൊലിവിലാണ് ഉണ്ണി. അപ്പോൾ നമ്മൾ കക്കാടംപൊയിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ഒരു കട കണ്ടെത്തി അതിനകത്ത് ഇരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ഉണക്കമീൻ്റെ കറിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മീനൊക്കെ നല്ല വിലയായതുകൊണ്ട് ഉണക്കമീൻ കറിയും വേറെ എന്തൊക്കെയോ പച്ചക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ. കറികളൊക്കെ ഉഷാറായിരുന്നു. ഇതായിരുന്നു കേട്ടോ ഉണ്ണീന്റെ കാറ്. അങ്ങനെ പോകുന്ന വഴി ഓരോ വണ്ടികളും ഇങ്ങനെ ഉണ്ണീന്റെ വണ്ടി ഇങ്ങനെ വീഡിയോ എടുത്ത് പോവാണ് കേട്ടോ. അപ്പൊ ഇവൻ പൊലിവ് കാട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വണ്ടിയിൽ നിന്ന് പുക വരുത്തും, തീ വരുത്തും, സൗണ്ട് ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെയാണ് അവന്റെ പണി. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. കക്കാടംപൊയിലുള്ള ക്ലൗഡ് സെന്റ് റിസോർട്ടിലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. എല്ലാവരും ഉണ്ട് കേട്ടോ. അവിടുത്തെ ജാതിമരൊക്കെ കണ്ടിട്ട് അമ്മയും മേമയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് ജാതിക്ക് ഇപ്പൊ തന്നെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കക്കാടംപൊയിലെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ റിസോർട്ടിൽ നമ്മൾ വിളിച്ചന്വേഷിച്ചു കേട്ടോ. ഒരിടത്തും നമുക്ക് ബുക്കിംഗ് അവൈലബിൾ അല്ലായിരുന്നു. ലാസ്റ്റ് നമ്മൾ വിളിച്ചൊരു നമ്പറിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചതാണ് കേട്ടോ ഇവര്. അങ്ങനെ നമുക്ക് കക്കാടംപൊയിലെ ക്ലൗഡ് സെന്ററിൽ റൂം കിട്ടി കേട്ടോ. നല്ല അടിപൊളി റൂമായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഫാമിലി എത്ര റിസോർട്ടിലോട്ട് വരുന്നത്. വന്നപ്പോൾ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു കേട്ടോ. അപ്പൊ തന്നെ ഓരോരുത്തർ ഫോട്ടോ എടുത്തൊക്കെ തുടങ്ങി കേട്ടോ. കാരണം വ്യൂ അത്രയ്ക്ക് നല്ല ഭംഗിയായിരുന്നു. ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ഏറ്റവും താഴെ ഉള്ളതാട്ടോ നമ്മുടെ ഫാമിലി കോട്ടേജ്. അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് സ്ഥാനങ്ങളും സാമഗ്രികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു പാർക്ക്, വലിയ പാർക്കൊന്നുമല്ല, വലിയ സെറ്റപ്പുള്ള പാർക്കും അല്ല കുട്ടികൾക്കുള്ളത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൂളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ട് വന്നു കേട്ടോ. അപ്പൊ റൂം ടൂർ എടുക്കുന്നത് ചിക്കുവാണ്. ചിക്കു എനിക്ക് ഓരോ സ്ഥലങ്ങളും കാണിച്ചു തരാണ്. ഞാൻ ആദ്യമേ വന്നിട്ട് റൂമും സാധനങ്ങളൊക്കെ വീഡിയോ എടുക്കണം വിചാരിച്ചതാണ്. ഞാൻ വന്ന് താഴെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും കയറി മേഞ്ഞു. അപ്പൊ ഇത്ര വൃത്തിയിലേ എനിക്ക് റൂമുകളൊക്കെ കിട്ടിയുള്ളൂ. അറ്റാച്ച് ബാൽക്കണിയും ബാത്റൂമും കൂടിയ 2 റൂമും പിന്നെ ഒരു ഹോളും പിന്നെ ഒരു ചെറിയൊരു ടീ ഏരിയ പോലത്തെ ഒരു സ്ഥലവും അതടങ്ങുന്ന കേട്ടോ നമ്മുടെ ഈ കോട്ടേജ്. അപ്പൊ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഇവിടുന്ന് അങ്ങോട്ട് ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല കാട് പോലത്തെ സ്ഥലമൊക്കെ കാണും കേട്ടോ. അപ്പോൾ മേമ കയറി വന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ പരിശോധിക്കുകയാണ്, എല്ലാം സെറ്റാണോ എന്നൊക്കെ. അപ്പൊ എക്സ്ട്രാ ബെഡ് നമുക്ക് കിട്ടും പറഞ്ഞിരുന്നു. ആ ബെഡാണ് ആ വാതിലിന്റെ ബാക്കിലായിട്ട് കാണുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് ബാഗ് വെക്കാനുള്ള ഏരിയ ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തൊക്കെ വെച്ചത്. പിന്നെ നല്ല വൃത്തിയുള്ള ബാത്റൂം ഉണ്ടായിരുന്നു. അതിനകത്ത് ചൂടുവെള്ളം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഫെസിലിറ്റിയോട് കൂടിയുള്ള റൂമുകളൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫാമിലിയോട് ഒത്ത് ആദ്യമായിട്ടാണ് റിസോർട്ടിൽ വരുന്നത്. അതിൻ്റെതായിട്ടുള്ള ത്രില്ല് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ബ്രൂ കോഫി അല്ലാതെ ചായപ്പൊടി ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല കാലാവസ്ഥയായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കോഫി ഉണ്ടാക്കുക, ചായ ഉണ്ടാക്കുക, അത് തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ പണി. അങ്ങനെ നമുക്ക് വേണ്ട റൂമുകളൊക്കെ നമ്മൾ എടുത്തു. TV പ്ലേ ചെയ്തു, വ്യൂ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ചെയ്യാൻ പരിപാടികളൊന്നുമില്ല. ആകെ ഒരു പൂളേ ഉള്ളൂ. പൂള് പോകുന്നതിന് മുമ്പ് നമുക്ക് റൂമും അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമുക്ക് റിസോർട്ട് മുഴുവൻ കറങ്ങി അടിച്ച് കാണാന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടോ. അങ്ങനെ ഓരോ ടീമായിട്ട് ഫോട്ടോ എടുക്കലും സ്റ്റൈലിംഗ് ഒക്കെ തുടങ്ങി. വേറൊരു ഭാഗത്ത് ചിലർ TV കാണുന്നത്, ചിലർ റെസ്റ്റ് എടുക്കുന്നത്, അങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ നമ്മുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങി അവിടെയുള്ള കാണാനുള്ള കാഴ്ചകളൊക്കെ കാണുകയാണ്. അപ്പൊ കുട്ടികൾക്കായിട്ട് ചെറിയൊരു പാർക്ക് ഉണ്ട്. വലിയ ഹൈ സെറ്റപ്പ് ഒന്നും അല്ല, നല്ല ചെറിയൊരു പാർക്ക്. അതിലെന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള 2 കുട്ടികൾ കയറി ഇരുന്നു കേട്ടോ. ആദ്യം തന്നെ ചിക്കും പിന്നെ നിവിയും കൂടെ ഊഞ്ഞാലൊക്കെ ആടി. ആ സമയത്ത് നമുക്ക് നമ്മുടെ പൂള് ഇങ്ങനെ കാണും കേട്ടോ. പൂള് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വരൂ വരൂ എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ വരാമെന്ന് പറഞ്ഞാണ്ട് ഊഞ്ഞാലൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. അങ്ങനെ കുറേ നേരമൊക്കെ ആടി കഴിഞ്ഞ് അപ്പോഴത്തേന് പിന്നെ ബാക്കിയുള്ളവരൊക്കെ വന്ന് അങ്ങനെ എല്ലാവരും കൂടെ എൻജോയിങ് ചെയ്യുമ്പോൾ ചെറിയൊരു മഴയും കൂടെ പെയ്തു കേട്ടോ. അടിപൊളിയായിരുന്നു. മഴയത്ത് നമ്മൾ പിന്നെ അവിടെ കയറി നിന്നു. കുട്ടികളൊക്കെ നല്ല ഭംഗിയായിട്ട് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. നിവി ആദ്യമായിട്ടാട്ടോ ഊഞ്ഞാലാടുന്നത്. അപ്പം ഞാൻ കുറേ സമയത്ത് ഇങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓടി മഴയൊക്കെ പെയ്തപ്പോൾ പിന്നെ അപ്പോഴേക്കും അമ്മയും മേമയും വന്നാണ്ട് ആടി. ഞങ്ങൾ ഇതുപോലെ പണ്ട് ഊഞ്ഞാലാടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ്ട് കഥയൊക്കെ പറഞ്ഞു തരാണ്. ഇങ്ങനെ കാലാട്ടിയ സ്പീഡിൽ പോവാന്നൊക്കെ അമ്മ മേമയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വേറെ ഭാഗത്ത് കുട്ടികളും വലിയവരൊക്കെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോയി. അപ്പം അമ്മ റിസോർട്ടിലേക്ക് തിന്നാൻ ആകെ കുറച്ച് കറുത്ത പഴങ്ങളായിട്ട് കൊണ്ടുവന്നത്.
അതും തിന്നിരിക്കുമ്പോണ്ട് ഹണിമൂണിന് പോയ നിതിനും വിഷ്ണുപ്രിയയും കൂടെ നമ്മുടെ ടീമിലോട്ട് ജോയിൻ ചെയ്തു കേട്ടോ. അങ്ങനെ എല്ലാരും കൂടി വന്നപ്പോ നീ പൂള് ചാടുക എന്നുള്ള പ്ലാനായി. അങ്ങനെ പൂളിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളൊരു ബ്രിഡ്ജ് കണ്ടത് കേട്ടോ. അങ്ങനെ ആ ബ്രിഡ്ജിലൂടെ പോകുമ്പോൾ എന്താ കാണാന്ന് പറഞ്ഞിട്ട് എല്ലാരും ആദ്യം തന്നെ അങ്ങോട്ട് പോയിട്ടോ. അവിടെ എത്തിയപ്പോഴും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാന്. അവിടുന്ന് പിന്നെ കുറെ പേര് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കാന്നുള്ള പ്ലാനിൽ നമ്മൾ ഓരോന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവിടെ കുറച്ച് സമയം ഇരുന്നു കേട്ടോ. നല്ല കാറ്റായിരുന്നു കേട്ടോ. അവിടെ അങ്ങനെ നോക്കിയിരിക്കാൻ ഓരോരുത്തർ പറയുന്നുണ്ടായിരുന്നു ഒരു കോഫി കിട്ടിയിരുന്നെങ്കിൽ പൊളിയായിരുന്നു എന്നൊക്കെ. അങ്ങനെ നമ്മൾ കുറെ നേരം ആ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി സമയം കളയണ്ട, വേഗം പൂളിലേക്ക് പോവാ. ആദ്യം നമുക്ക് തന്നെ ചാടാന്നുള്ള പ്ലാനില് നമ്മളെല്ലാരും പൂളിലെത്തിട്ടോ. പൂളിലെത്തിയപ്പോ എല്ലാവർക്കും ഇറങ്ങാൻ മടി കേട്ടോ. അമ്മയ്ക്കും മേമ്മയ്ക്കൊക്കെ ഭയങ്കര മടി. അല്ലെങ്കിൽ വെള്ളത്തിൽ പെറ്റ് കിടന്നിരുന്ന ടീംസാട്ടോ. പണ്ടത്തെ കടകളിലൊക്കെ മലപ്പുറത്തുള്ള പുഴയിലൊക്കെ ഫുൾ ടൈം കളിച്ചിരുന്ന ടീംസാണ്. ഇപ്പൊ പൂള് കണ്ടപ്പോ ഇറങ്ങാൻ ഭയങ്കര മടി. അങ്ങനെ ഫസ്റ്റ് മേമ ഇറങ്ങിട്ടോ. അത് കണ്ടപ്പോ പിന്നെ അമ്മ ഇറങ്ങി. ഇവരൊക്കെ ഭയങ്കര നീന്തൽക്കാരാട്ടോ. അങ്ങനെ അവര് നീന്തി തുടിക്കുകയാണ്. എനിക്കിപ്പോ ഈ ഇടയിട്ട് എന്തോ ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് നീന്തൽ പഠിക്കണമെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ അവിടെയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നീന്തൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ വെള്ളം. ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. അങ്ങനെ വെള്ളത്തിൽ നിന്ന് കുറെ കളിച്ച് പിന്നെ ഇനി ഫോട്ടോ സെക്ഷൻ ആട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വരി നിൽക്കുകയാണത്. ആമിക്കുട്ടി ചെറുതായോണ്ട് ആമീനെ പിടിച്ച് പുറത്തിരിക്കുകയാണ് കേട്ടോ ഉണ്ണി. അപ്പോൾ നിവീന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവനൊരു പെങ്കിനെ പോലെ ഇങ്ങനെ ഉണ്ണീന്റെ പുറകെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അവനാണെങ്കിൽ പൂളിലിറങ്ങാനൊക്കെ ഭയങ്കര പേടി കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെ പിടിച്ചിറക്കിയതാണ്. കുറെ സമയം അങ്ങനെ കരഞ്ഞ് പിന്നെ ഇങ്ങനെ തണുത്ത് വരച്ച് നടക്കുക കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് പോരാനേ ഇഷ്ടമല്ല. അതിങ്ങനെ വെള്ളത്തിറങ്ങാൻ പേടിത്തൊണ്ടിയായിരുന്നു. ഇപ്പൊ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണം, നീന്തണം, നീന്തൽ പഠിക്കണം, എൻജോയ് ചെയ്യണം, ആ ഒരു മൈൻഡാണ് കേട്ടോ. അപ്പൊ ഞാൻ ബാക്കി എല്ലാവർക്കും അത്യാവശ്യം നല്ല നീന്തൽ അറിയാം. എനിക്ക് അമ്മൂന് വിഷ്ണുപ്രിയക്ക് നീന്തൽ ഒട്ടും അറിയില്ല. ബാക്കി എല്ലാവരും പ്രോകളാട്ടോ. അങ്ങനെ പിന്നെ ഉണ്ണിയും കൂടെ ഇറങ്ങി കുട്ടീനെ അമ്മേന്റെ അടുത്തൊക്കെ കൊടുത്തിട്ട് പിന്നെ അവരെ അങ്ങോട്ട് ഓരോ സർക്കസ് ആയിരുന്നു. നീന്തൽ മത്സരം നടത്തി നമ്മള്, പിന്നെ വലിച്ചെറിയ, അങ്ങനെ കുറേ പരിപാടികൾ നടത്തി കേട്ടോ. പൂള് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഈ റിസോർട്ടിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൂളാണ്. അങ്ങനെ നിതിന്, ഉണ്ണി, ശരത്ത് ഇവർ 3 പേരും കൂടെ നീന്തൽ മത്സരം നടത്തിട്ടോ. ഇതില് നിതിൻ വളരെ പോക്കാണ്, കാരണം ഇവർ അധികം നീന്താൻ അവസരങ്ങൾ കിട്ടാറില്ല. പിന്നെ ഉണ്ണി, ശരത്തും കിടിലം നീന്തലുകാരാണ്. അതിലിപ്പോ ഉണ്ണിയാണ് വളരെ മികച്ചതായിട്ട് നീന്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവരുടെ നീന്തലൊക്കെ കഴിഞ്ഞു. അടുത്തത് നമ്മളെ എടുത്തു പൊക്കുന്ന പരിപാടി ആട്ടോ. ഇത് നമ്മള് ഒരുപാട് എൻജോയ് ചെയ്തു. ഉണ്ണിയും ശരത്തും ജിമ്മന്മാരായോണ്ട് ഇവർക്ക് ആരെ എടുത്തു പൊക്കാം. അങ്ങനെ ഫസ്റ്റ് അമ്മേനെടുത്ത് പൊക്കി എറിഞ്ഞു കേട്ടോ. ഭയങ്കര രസമായിരുന്നു അത്. നമ്മള് വിചാരിക്കുന്ന പോലെയല്ല, നല്ല രസമായിരുന്നു അത്. നല്ല ഫീലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെയും പൊക്കി, ശിശിരേനെയും പൊക്കി. അമ്മേനെ പൊക്കുന്നത് നോക്കി നിൽക്കട്ടോ നിതിൻ. മേമയ്ക്ക് ഇതൊന്നും പറ്റുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ പൊക്കിട്ടോ. ഞാൻ പിന്നെ ഓക്കെ എന്തായാലും എന്നെ പൊക്കിയിടും, ലെറ്റ്സ് എൻജോയ് എന്നുള്ള രീതിയിൽ ഞാൻ മാനസികമായി റെഡി ആയിരുന്നു കേട്ടോ. എന്തായാലും കിടിലായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ശിശിരേനെ പൊക്കി. നമ്മളെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത സമയങ്ങളായിരുന്നു കേട്ടോ അതൊക്കെ പൂളില്. അങ്ങനെ കിടിലനായിട്ട് നമ്മളെല്ലാരെയും പൊക്കി താഴ്ത്തി എറിഞ്ഞ് ബാക്കിയുള്ള എല്ലാവരും ഓടിപ്പോയിട്ടോ. പിന്നെ നീന്തലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൽ വന്നു കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ ആ ബാൽക്കണിയിൽ നമ്മുടെ നനഞ്ഞ തുണികളൊക്കെ വിരിച്ചിട്ടിരിക്കുക കേട്ടത്. ഒരു റിസോർട്ടാണെന്ന് പോലും നമ്മൾ മാനിക്കുന്നില്ല. തുണികളൊക്കെ അങ്ങ് വിരിച്ചിട്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ശരത്ത് ഗെയിം കളിക്കുന്നുണ്ട്, അമ്മ റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറെ പേര് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്, പുറത്തിരിക്കുന്നുണ്ട്. നല്ല കാലാവസ്ഥയും നല്ല തണുപ്പും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ കുഞ്ഞു കുട്ടീനെയൊക്കെ നമ്മളിങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഈ സമയമൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് വിശന്ന് നമ്മളൊരു അബദ്ധം ചെയ്ത്, എന്താ വെച്ചാൽ റിസോർട്ടിലേക്ക് വരുമ്പോൾ നമ്മളൊന്നും കഴിക്കാൻ കൊണ്ടുപോകുന്നില്ല, എന്തെങ്കിലും കുറയ്ക്കാനെങ്കിലും വാങ്ങിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 7:30 ആയപ്പോൾ തന്നെ നമ്മൾ മുകളിൽ കയറി ഫുഡിന്റെ ഏരിയ കയറി. അപ്പൊ അവിടെ 8 മണിക്കെങ്ങാണ്ട ഫുഡ് ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത്രയും സമയം നമ്മൾ അവിടെ ഇങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിരുന്നു കേട്ടോ. നമ്മൾ പോയ ആദ്യത്തെ ആ ബ്രിഡ്ജിൽ കുറേ സമയം പോയിരുന്നു കേട്ടോ. ഈ സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കോഫി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോഫി കിട്ടിയിരുന്നെങ്കിൽ കിടിലായിരുന്നു എന്ന്. പിന്നെ നമ്മൾ നേരെ അവരുടെ റിസപ്ഷന്റെ ഏരിയ അവിടെ വന്നു. അവിടെ തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. കുറെ സമയം അവിടെ ഇരുന്നു. അപ്പൊ ഫുഡ് ഇപ്പോഴും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആകെ നശിപ്പിച്ചു എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ക്യാരംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ സമയം ക്യാരംസ് അറിയില്ലെങ്കിലും ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നിവിക്കും ക്യാരംസ് അടിക്കാൻ കൊതിയായിട്ട് അവനും അവിടെ ഇരുന്നാണ്ട് ഭയങ്കര അടിയായിരുന്നു. അമ്മയ്ക്കൊന്നും ക്യാരംസ് കളിക്കാൻ പോലും അറിയില്ല, എങ്കിലും സൂക്ഷ്മമായിട്ടെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാച്ചായിട്ടൊന്നല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വെറുതെ എങ്ങനെയെങ്കിലും സമയം പോയി ഫുഡ് എത്തട്ടെ എന്നുള്ള രീതിയിൽ.
അങ്ങനെ കുറെ കളിയൊക്കെ കഴിഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് ലച്ചു ആമിക്കുട്ടിക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ കൊടുത്തു. അത് അവരെന്നെ ഉണ്ടാക്കി നമുക്ക് തരൂ കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ ആയിരുന്നു പരിപാടി. ആമിക്കുട്ടിക്ക് അമൃതം പൊടി കുറുക്കിയതാട്ടോ കൊടുത്തത്. അപ്പൊ അങ്ങനെ അത് ഇങ്ങനെ അവള് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവള് വയറ് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് സുഖമായിട്ട് കഴിക്കാലോ. അങ്ങനെ അവളെ പെട്ടെന്ന് തന്നെ അവൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തു. അവളങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഇങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സമയമായപ്പോ നമുക്ക് ഫുഡ് തന്നു കേട്ടോ. നമ്മളിങ്ങോട്ട് വരുമ്പോ തന്നെ ഇവര് നമ്മളോട് എന്ത് ഫുഡാ വേണ്ടതെന്നൊക്കെ ചോദിക്കട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തതാണ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിന്നെ ബീഫ് കൊണ്ടാട്ടം. അതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ ജ്യൂസ് മൊയ്റ്റോ അതൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് എല്ലാവരും വന്നിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ടൊന്നും നോക്കിയില്ല. ഭയങ്കര വിശപ്പായതുകൊണ്ട് നല്ല തീറ്റയായിരുന്നു. നിവിയൊക്കെ പെട്ടെന്ന് തന്നെ ഇരുന്നു. അങ്ങനെ എല്ലാവരും വന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പ്ലേറ്റ് ഒക്കെ ക്ലീൻ ആക്കി നമ്മളെല്ലാവരും കുറച്ച് ജ്യൂസിനൊക്കെ ഓർഡർ ചെയ്തു. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ജ്യൂസുകളും മൊയ്റ്റോസും അതൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ അതും കൂടെ കുടിച്ചിട്ട് താഴോട്ട് പോവാന്നുള്ള പ്ലാനിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ സംഭവം വന്നു. അതൊക്കെ കുടിച്ചു. നമ്മൾ ഷെയർ ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കുടിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മള് ഇനി പയ്യ റൂമിലോട്ട് ഇറങ്ങാന്നുള്ള പ്ലാനായിട്ടോ. ഇപ്പൊ നിവിയൊക്കെ നല്ല കുടിയാണ്. അവന് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പൈനാപ്പിളിന്റെ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ നമ്മള് പയ്യെ പാർക്കിലോട്ടൊക്കെ ചെന്ന് അവിടെ കുറെ നേരമൊക്കെ കളിച്ച് അങ്ങനെയൊക്കെയാണ് റൂമിലോട്ട് പോകുന്നത്. അങ്ങനെ എല്ലാവരും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. യുവമിഥുനങ്ങൾ ഹണിമൂണിന്റെ ക്ഷീണം കഴിഞ്ഞ് ഇവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ചിക്കുനെയും നിവീനെയും ഒക്കെ കളിപ്പിക്കാനും. അതിന്റെ ഇടയ്ക്ക് 2 പോത്തുകൾ ആ കുട്ടികൾക്കുള്ള ഊഞ്ഞാലിൽ കയറി കളിക്കുന്നത്. ഭാഗ്യത്തിന് അത് വീണില്ല. ഞാൻ അത് പറഞ്ഞപ്പോ എനിക്ക് അവന്റെ തൊട കാണിച്ചു തന്നു ഗൈസ്. അവനെന്റെ തൊട. അവൻ വലിയ മസിൽമാനാണെന്ന് വിചാരിച്ച് ഇതൊക്കെ എനിക്ക് കാണിച്ചു തരാമോ. അങ്ങനെ അതും കണ്ട് പിന്നെ ഞാൻ നിവീനെ ഊഞ്ഞാലും അടിച്ച് അങ്ങനെ കുറെ സമയം അവിടെ നമ്മൾ ചെലവഴിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. രാത്രി അതിന് മൂടൽ മഞ്ഞും നല്ല തണുത്ത കാലാവസ്ഥയും നല്ല ഭംഗിയുള്ള പൂളും നല്ല ഭംഗിയായിരുന്നു കേട്ടോ കണ്ടിരിക്കാൻ. ലൈറ്റും നമ്മള് റിസോർട്ടിൽ നിന്ന് വന്നിട്ടും നമുക്ക് ആ ഒരു ഫീലായിരുന്നു. ഒരു റിസോർട്ടിന്റെ ഒരു ഫീലായിരുന്നു കേട്ടോ. നമുക്ക് വീട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇത്ര ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ബാക്കി കോട്ടേജിലൊക്കെ ആളുകളുണ്ട് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ കൂട്ടിൽ കയറിയെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ കുറെ നേരം അവിടെ ഇരുന്നാണ്ട് നേരെ റൂമിലോട്ട് വന്നു കേട്ടോ. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് അമ്മു കോഫി ചായ അതൊക്കെ ഇട്ട് തന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ചായയും കോഫിയൊക്കെ കുടിച്ച് കുറേ നേരം സൊറയും പറഞ്ഞിരുന്നിട്ട് നമ്മൾ കിടന്നുറങ്ങിട്ടോ. പിന്നെ വെളുപ്പിനെ എഴുന്നേക്കുമ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. ഈ സമയത്ത് 7-8 മണി പോലും അല്ല കേട്ടോ, 6 മണി എങ്ങാണ്ടാണ്. അപ്പോത്തിന് ഇത്രയും നേരം വെളുത്തു. അപ്പൊ ഞാനത് വേഗം കണ്ടു. എന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല കുറേ പക്ഷികളൊക്കെ ഇങ്ങനെ കരയുന്ന സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തു. ബാക്കി എല്ലാവരും നല്ല ഉറക്കമാണ്. നല്ല കാലാവസ്ഥയും നല്ല സുഖം പുതച്ചുറങ്ങാൻ. കുറേ സമയം വീഡിയോ ഒക്കെ എടുത്തു. രാത്രി ഇങ്ങനെ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ ഒരു പുഴേന്റെ സൗണ്ടൊക്കെ കേട്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെയുള്ള പുഴേന്റെ സൗണ്ടാണ് രാത്രി ഭയങ്കര നല്ല സൗണ്ടിൽ കേൾക്കാൻ കഴിഞ്ഞു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു അത് കേൾക്കാൻ. ആദ്യം ഞാൻ എഴുന്നേറ്റോണ്ട് തന്നെ ഞാൻ എല്ലാവരും എന്താ ചെയ്യണം നോക്കിക്കായിരുന്നു കേട്ടോ. അപ്പൊ ചെക്കന്മാരെല്ലാവരും അവിടെ അട്ടിയിട്ട് കിടക്കുകയാണ്. പുറത്തെ കാഴ്ച നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല തലേന്ന് നല്ല മഴയും പെയ്തായിരുന്നു. അപ്പൊ നല്ല വളരെ കാമായിട്ട് നല്ല കുളിരായിട്ട് സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട് റിസോർട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുറെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കുറെ നേരം കണ്ടിരുന്നിട്ട് ഞാൻ നേരെ അകത്ത് പോയിട്ട് ഞാൻ വീണ്ടും കിടന്നുറങ്ങിയിട്ടോ. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ചെക്കന്മാരും എല്ലാരും എഴുന്നേറ്റു. അങ്ങനെ ഉണ്ണി അമ്മയൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാ നല്ല മഞ്ഞ് ഫോഗ് വരുന്നതെന്നൊക്കെ പറഞ്ഞാണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അത്. അപ്പൊ വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മുസൽമാൻ ഉണ്ണി തന്നെയാണ് കർട്ടൻ മാറ്റുന്നത്. അങ്ങനെ കർട്ടൻ മാറ്റി എനിക്ക് പോസും തന്നിട്ട് അവൻ മാറിയിരുന്നു കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു കാണാന്. അടിപൊളി. പിന്നെ പയ്യെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റു. അങ്ങനെ 8 മണിക്കാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ആ സമയമാകുമ്പോൾ തന്നെ എല്ലാവരും ഒരുങ്ങി മുകളിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്തും റിസോർട്ടിൽ ഫസ്റ്റ് നമ്മൾ തന്നെയാണ് എത്തിയത്. നമ്മളെത്തിയപ്പോൾ അവിടെ എല്ലാം സെറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വാങ്ങി കഴിക്കായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാം ഉണ്ടായിരുന്നു. ഇഡ്ഡലി, പുട്ട്, ദോശ, പൂരി, ബാജിക്കറി, സാമ്പാർ, മുട്ട പുഴുങ്ങിയത്, പിന്നെ ഉപ്പുമാവ്, കോഫി, എന്താ വെച്ചാൽ എല്ലാം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആരും ഒന്നും നോക്കിയില്ല. ഭയങ്കര തീറ്റയായിരുന്നു. അടിപൊളി തീറ്റ. അങ്ങനെ ഒരു മഹാഭാരത യുദ്ധം കഴിഞ്ഞ് നമ്മുടെ ഭീമസേനൻ ഇറങ്ങി വരുന്ന രംഗമാണ് കേട്ടോ അത്.
എന്തായാലും അവൻ എന്തായാലും അടിച്ചു പൊളിച്ചു. നമ്മളും ബാക്കിയുള്ളവര് താഴോട്ട് ഇങ്ങനെ പോയി. ഇപ്പോഴും നല്ല കാലാവസ്ഥയാണ്, നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ളൊരു കാറ്റ് കേട്ടോ, നല്ല സുഖമുള്ളൊരു കാറ്റ്. നമുക്ക് തലേന്നത്തെ പൂളിലെ അഭ്യാസങ്ങളൊക്കെ കണ്ടിട്ട് വീണ്ടും പൂളി ചാടാൻ ഭയങ്കരമായിട്ട് കൊതിയായിട്ടോ. അപ്പൊ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് പേര് പൂളിൽ ഇറങ്ങാന്നുള്ള പ്ലാനിലായി. അങ്ങനെ എനിക്കാണെങ്കിൽ പൂളിൽ നിന്ന് കയറി വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴാ ഒരു പൂൾ ബേബി ആയതെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോ പൂളി ചാടുമെന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമുള്ള കാര്യം വേറെ ഏതും ഇല്ല. നീന്തലറിയില്ല എങ്കിലും പൂളി ചാടണം. ഇപ്പൊ ഇങ്ങനെ നീന്തലൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാനാട്ടോ എന്നെ ശിശിര. ഞാൻ എങ്ങനെയൊക്കെയോ പഠിക്കുന്നുണ്ട്, കുറച്ചൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി ഞാൻ നീന്തലിന്റെ കാര്യത്തിൽ. അങ്ങനെ ഞങ്ങൾ കുറെ നീന്തി തുടിച്ചു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ, നല്ല തണുപ്പായിരുന്നു, കിടുകിടോ ഉറയ്ക്കുന്ന തണുപ്പുള്ള വെള്ളമായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കിയില്ല, നമ്മൾ എൻജോയ് ചെയ്തു, ഭയങ്കര ഭംഗിയായിട്ട് എൻജോയ് ചെയ്തു. തണുത്ത വെള്ളം എന്നുള്ള ബോധമൊന്നും ആർക്കും ഇല്ല കേട്ടോ. എല്ലാവരും ഭയങ്കരമായിട്ട് നീന്തി തുടിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ പൂളിൽ കളിച്ചിരുന്നാൽ പോരാ, 12 മണിയാകുമ്പോഴത്തേനും നമുക്ക് വെക്കേറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം പൂളിൽ നിന്നൊക്കെ കയറിയിട്ട് വേഗം സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചു. നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. ഇറങ്ങുമ്പോൾ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഒരു മിസ്സിങ് വൈബായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഇനി എന്തെങ്കിലും നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ ശിശിര. അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് ഇറങ്ങുന്നത് ഉണ്ണി ലച്ചുവാണ്. അവരുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഫൈനലായിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേറെ പോകാനും കൂടെ പ്ലാനില്ല, കാരണം നേരെ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മൾ 2 കാറിലായിട്ട് വേഗം കയറിയിരുന്നു. ഇപ്രാവശ്യം നമ്മൾ പോരുമ്പോൾ 2 ആളും കൂടെ അധികം ഉള്ളതുകൊണ്ട് അമ്മ നമ്മുടെ ഉണ്ണീൻ്റെ കാറിലാട്ടോ കയറിയത്. ബാക്കി എല്ലാവരും ശരത്തിൻ്റെ കാറിൽ കയറി. അങ്ങനെ ആദ്യം തന്നെ ഫസ്റ്റ് ശരത്തിൻ്റെ കാർ വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉണ്ണീൻ്റെ കാറും പുറകെ പോയിട്ടോ. അങ്ങനെ നമ്മൾ ഒരു ഉച്ചയോടായപ്പോൾ നമ്മൾ വെള്ളമ്പുറത്തെത്തിയപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നായി. അപ്പോൾ നമ്മൾ ഡെലീഷ്യന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. അവിടെ എന്തോ സമയത്ത് എന്തോ ഒരു ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്കുള്ള സീറ്റ് കിട്ടി. അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ചിലവർക്ക് ഇത്രയും ദിവസം ചിക്കനൊക്കെ ആയതുകൊണ്ട് ചിലർ സദ്യ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പേര് സദ്യ കഴിച്ചു. ബാക്കിയല്ലാത്തവർ എന്ത് വന്നാലും വേണ്ടില്ല, നമുക്ക് ചിക്കനും ബീഫും അതൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ചിക്കനും ബീഫൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അത്യാവശ്യം അടിപൊളി ഫുഡാണ് കേട്ടോ ഡെലീഷ്യയിലെ. അമ്മയും മേമയൊക്കെ ഒരു ക്രാബിൻ്റെ കട്ട ഫാനുകളാണ്. അങ്ങനെ ക്രാബ് റോസ്റ്റ് ഉള്ളതുകൊണ്ട് അവരതും വാങ്ങിച്ചു. നമ്മളൊക്കെ അതിന് ഷെയർ ഇട്ട് കഴിച്ചു. ഞാനും ശിശിരിയൊക്കെ ബിരിയാണി ആയിട്ടാണ് കഴിച്ചത്. ബാക്കിയുള്ളവർ അൽഫാം, ബീഫ്, പൊറോട്ട അങ്ങനെ പലതും ഓർഡർ ചെയ്തിരുന്നു. അങ്ങനെ ഫുഡുകളൊക്കെ നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ച് ഫിനിഷ് ചെയ്തു കേട്ടോ. ഇനി പരിപാടിയൊന്നുമില്ല, ഇനി നേരെ നമ്മൾ വീട്ടിലോട്ട് പോകാം കേട്ടോ. ഇങ്ങനൊരു ട്രിപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് ചെയ്തത് ലച്ചു ആണ് കേട്ടോ. അങ്ങനെ ലച്ചു ആ സമയത്ത് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ലൈഫിൽ ഇത്രയും നല്ലൊരു മെമ്മറി നമുക്ക് കിട്ടിയിട്ടോ. ഇതുപോലെ ഫാമിലി ഒത്തൊരു ട്രിപ്പ് പോകാൻ ആരെങ്കിലൊക്കെ ആയിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുക. അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്താൽ അതുപോലുള്ള നല്ല ഭംഗിയുള്ള കുറേ മെമ്മറീസ് നമുക്ക് കിട്ടും. ജീവിതാവസാനം നമുക്കിത് മാത്രമേ ഉണ്ടാവുള്ളൂ.